ഹായ് ഓൾ, അൻസാസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒട്ടും പൈസ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു വളത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മളെന്നും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വേസ്റ്റാക്കി കളയുന്ന നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു വളം, അതായത് ചെടിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരു വളമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ പറയുന്ന അളവിൽ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ചെടിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് ചെടിക്ക് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് 100 ml കഞ്ഞിവെള്ളം, അതുപോലെ ഒരു നുള്ള് ഈസ്റ്റ്, നമ്മൾ ഈ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഈസ്റ്റ്, അപ്പം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഈസ്റ്റ്, അതുപോലെ 1 ലിറ്റർ വെള്ളമാണ്. ഓക്കെ, നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 100 ml കഞ്ഞിവെള്ളത്തിലേക്ക് 1 ലിറ്റർ വെള്ളം നമ്മൾ മിക്സ് ചെയ്ത് ആ കഞ്ഞിവെള്ളത്തിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യണം. അതിനുശേഷം ഈ 1 നുള്ള് ഈസ്റ്റ് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഈ വെള്ളം ഏകദേശം ഒരു 24 മണിക്കൂർ നമ്മൾ വെക്കണം. 24 മണിക്കൂറിന് ശേഷമാണ് നമ്മളത് ചെടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 24 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് നമ്മുടെ 24 മണിക്കൂർ, അതായത് ഏകദേശം ഒരു ദിവസത്തോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള സൊല്യൂഷനാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സൊല്യൂഷനിലേക്ക് നമ്മൾ ഒരു 1/2 ലിറ്റർ വെള്ളം കൂടെ ആഡ് ചെയ്ത് അതിനൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. ഏകദേശം 1/2 ലിറ്ററോളം വെള്ളം ആഡ് ചെയ്ത് അതിനൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ചെടിയിലേക്ക് അപ്ലൈ ചെയ്യണേക്കാട്ടി മുമ്പ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ഈക്വലായിട്ട് ഒന്ന് സൊല്യൂഷനൊന്ന് ഡൈല്യൂട്ട് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഒന്ന് ഇളക്കിയെടുത്തത്. അതിനുശേഷം നമ്മുടെ സ്പ്രേയറിലേക്ക് അതങ്ങോട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ സ്പ്രേയറിലേക്ക് അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ നമ്മുടെ ചെടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ചെടിയിലേക്ക് ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യണേക്കാട്ട് മുമ്പ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കണം. ചെടി ഒന്ന് നനഞ്ഞിട്ടുണ്ടാവണം, എന്നിട്ട് വേണം നമ്മൾ ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ചെടിയിലേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഡയറക്റ്റ് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്യുമ്പോൾ ലീഫിൻ്റെ അടിയിലേക്കായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെടിയുടെ ലീഫിൻ്റെ അടിയിലേക്കായിട്ട് മാക്സിമം സ്പ്രേ ചെയ്ത് കിട്ടാൻ പാകത്തിന് കൊടുക്കുക. അങ്ങനെ എല്ലാ ചെടികളിലേക്കും അപ്ലൈ ചെയ്യുക. നല്ല രീതിയിൽ ഈ പറഞ്ഞ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. നല്ല ഗ്രോത്തിനും നല്ലോണം ഫ്ലവറിങ്ങിനും വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പോലെ ഈ വളം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെടി സപ്ലൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.